ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തൃശ്ശൂരിലും ഷിഗല്ല മരണം. മാപ്രാണം സ്വദേശിയായ 43-കാരനാണ് മരിച്ചത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചത്. കൊടകരയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഷാബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷാബാസ് അഹമ്മദ്, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? അത് ഷിഗല്ലയാണെന്ന് എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? എത്ര നാളായി ഇദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു? അരുൺകുമാർ, തൃശ്ശൂരിലെ മാപ്രാണം സ്വദേശിയായ 43-കാരൻ മരിച്ചത് ഷിഗല്ല മൂലമാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. തൃശ്ശൂരിൽ കൂടി ഒരു ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. മരണത്തിന് ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഷിഗല്ല ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു ഈ മാപ്രാണം സ്വദേശിയെ 43-കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് വൈകിട്ട് 5 മണിയോടെയായിരുന്നു ഇയാൾ മരിക്കുന്നത്. പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇയാൾക്ക് ഷിഗല്ല ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇയാളെ വയറുവേദനയെ തുടർന്നായിരുന്നു 13-ാം തീയതി കൊടകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് വൈകുന്നേരത്തോടുകൂടി മരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഷിഗല്ലയാണ് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഈ ടെസ്റ്റുകൾ നടത്തിയത്. പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ തൃശ്ശൂരിലെ മാപ്രാണം സ്വദേശിയായ 43-കാരനും ഷിഗല്ലയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ കൂടി ഒരു ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാളും മരിച്ചിരുന്നു. അങ്ങനെ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഷിഗല്ല മരണമാണ് തൃശ്ശൂരിലെ. തൃശ്ശൂർ മാപ്രാണം സ്വദേശിയായ 43-കാരനാണ് മരിച്ചത്. മരണശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇയാൾക്ക് ഷിഗല്ല ആയിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. അരുൺകുമാർ, ഇപ്പോൾ ഇത് 5-ാമത്തെ മരണമാണല്ലേ? അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. ഇതുവരെ കുട്ടികൾക്കാണ് ഇത് കുറച്ചുകൂടി അപകടകരമായിരുന്നതെങ്കിൽ ഇപ്പോൾ മരിച്ചത് 43 വയസ്സുകാരനാണ് എന്നുള്ളതും അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരിലും മരണത്തിന് കാരണമായേക്കാം ഷിഗല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായി വേണമെങ്കിൽ കണക്കാക്കാം, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, 5-ാമത്തെ മരണമാണ് സംസ്ഥാനത്ത് തന്നെ ഷിഗല്ല മൂലം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ 2-ാമത്തെ മരണമാണ്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു 7 വയസ്സുകാരനാണ് മരിച്ചത്. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയാണ്. ഈ മാസം 12-നാണ് ഈ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. കൂടുതലും കുട്ടികൾക്കായിരുന്നു ഇതുവരെ ബാധിച്ചതെങ്കിൽ ഇപ്പോൾ 43-കാരനടക്കം മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ 13-ാം തീയതിയായിരുന്നു ഇയാളെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വയറുവേദനയെ തുടർന്നായിരുന്നു കൊടകരയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അന്ന് തന്നെ വൈകുന്നേരം 5 മണിയോടെയായിരുന്നു ഇയാൾ മരണത്തിന് കീഴടങ്ങിയത്. പിന്നീട് അടുത്ത ദിവസം തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇയാൾക്ക് ഷിഗല്ല ആയിരുന്നു എന്ന കാര്യം മനസ്സിലാകുന്നത്. തൃശ്ശൂരിൽ നേരത്തെ ഷിഗല്ല ബാധിച്ച കുട്ടികളടക്കം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ഒരു മരണം കൂടി തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അരുൺകുമാർ.